ഹലോ ഓൾ, വെൽക്കം ടു ക്വിക്ക് ലേൺ ബൈ ആൻഡ് ലേൺ. ഇത് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു ന്യൂ വേ ടു അഡ്രസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ CSIR ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നെക്സ്റ്റ് ഡേ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷൻ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻസും എല്ലാം ഉണ്ടാവും. ആ പറയുന്ന നമ്മളുടെ സൊല്യൂഷൻ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ക്വിക്ക് ലേൺ സീരീസിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് ഫോളോ ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒത്തിരി ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസും, അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇനി നെക്സ്റ്റ് എക്സാമിന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ്സ് എല്ലാം, അതായത് അതിലെ എല്ലാ ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമ്മൾക്ക് ക്വിക്ക് ലേണിന്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടേംസ് ഡിസ്ക്രൈബ്സ് ദ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ കോമൺ ആൻസിസ്ട്രി? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് പോരാതെ ബൈനോമിയൽ, ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് നമുക്കുണ്ട് അല്ലേ? ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ കോമൺ ആൻസിസ്ട്രി, അതായത് ഒരു എല്ലാ ഓർഗാനിസംസിനെയും അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ജീവികൾക്കും ഒരു കോമൺ ആയിട്ടൊരു ആൻസിസ്റ്റർ, ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് പ്രൊവൈഡഡ് ആണ്. ഫസ്റ്റ് വൺ ലിനേയൻ ടാക്സോണമി, 2 ബൈനോമിയൽ നോമൻക്ലേച്ചർ, 3 ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ആൻഡ് 4 റാങ്ക് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. നമുക്കിതിൽ ഓരോന്നും എന്താന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ലിനേയൻ ടാക്സോണമി. ഇപ്പൊ കാളസ് ലിനേയസ് എന്ന് പറയുന്ന ടാക്സോണമിയുടെ ഫാദർ ആയിട്ടുള്ള അദ്ദേഹമാണ് ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു പോസ്റ്റുലേറ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയും നെയിം കൊടുക്കുന്നതിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. One of his contributions was the development of a hierarchical system of classification of nature. എന്താ പറയാ, ഒരു ഹൈറാർക്കിൽ, അതായത് ഏറ്റവും സ്മോളസ്റ്റ് കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് ബിഗ്ഗറായിട്ട് വരുന്ന ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഡർലി സീരീസിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണിത്. ഇന്ന് ഇത് അപ്ഡേറ്റ് ആയിട്ട് 8 ടാക്സ, അതായത് ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ് എന്ന് പറയുന്ന 8 ടാക്സ് ആയിട്ടാണ് ഈ സിസ്റ്റത്തിൽ വരുന്നത്. ഇതാണ് മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന നമ്മളിപ്പോ ഒരു ഓർഗാനിസംസിനെ നമ്മൾ എന്താ പറയാ, ഒരു ഫീൽഡ് സ്റ്റഡിക്ക് എന്തെങ്കിലും പോയി നമ്മൾ ഒരു ഓർഗാനിസത്തിനോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സ്പീഷീസിന് എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് ഗ്രൂപ്പില് ഏത് ടാക്സയില് വരുന്നു എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത്, അതിന്റെ സ്പീഷീസ് എന്താ, അതിന്റെ ജീനസ് ഏതാ, അത് ഏത് ഫാമിലിയിലാണ് എന്നെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം വെച്ചിട്ടായിരിക്കും. ഇതാണ് മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷനിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാഞ്ചിഫെറ ഇൻഡിക്ക, അല്ലെങ്കിൽ ഇപ്പൊ എന്താ കോക്കോസ് ന്യൂസിഫെറ, അതായത് സ്പീഷീസ് നെയിമും ജീനസ് നെയിമും കമ്പൈൻ ചെയ്തിട്ട് ഒരു ബൈനോമിയൽ എന്ന് വെച്ചാൽ എന്താ, 2 പേര്, അതായത് സ്പീഷീസിന്റെ പേരും ജീനസിന്റെ പേരും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബൈനോമിയൽ നെയിമിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈ നെയിം, അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അത് പ്രൊപ്പോസ് ചെയ്തത് എന്താ, കാളസ് ലിനേയസ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതിൽ എന്താ, മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നതിൽ ഒന്ന് അതിന്റെ സ്പീഷീസ് നെയിമും ഒന്ന് അതിന്റെ ജീനസ് നെയിമും ആണ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കും. നെക്സ്റ്റ് പറയുന്നത് റാങ്ക് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾക്ക്. അപ്പൊ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഗാനിസംസിന് ഒരു സിമിലാരിറ്റീസിന്റെയോ ഡിഫറൻസസിന്റെയോ ഒക്കെ പേരിൽ ഒരു റാങ്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഒരു സ്കോർ, ഇപ്പൊ ഒരു ഓർഗാനിസം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ വേറൊരു ഓർഗാനിസത്തിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ റാങ്കോ ഒരു സ്കോർ നമ്മൾ അസൈൻ ചെയ്യാണ്. ഈ സ്കോർ ആണ് ആ ക്ലാസിഫിക്കേഷന്റെ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസംസിന്റെ, ഇപ്പൊ പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ്, അനിമൽ ആണെങ്കിൽ അനിമൽ, ഹുവർ ഇറ്റ് ഈസ്,
അതിന്റെ ഇമ്പോർട്ടൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്നതിന്റെ റാങ്ക് ആയിരിക്കും. ഓക്കെ, ദ ഇൻസ്റ്റൻസസ് വിത്ത് ദി ഹയസ്റ്റ് സ്കോർ instances with the highest score are selected for final classification. ഓക്കെ, അപ്പൊ എന്താ, ഒരു സ്കോർ അല്ലെങ്കിൽ ഒരു റാങ്ക് ബേസ്ഡ് ആയിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ റാങ്ക് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ്, ബേസ്ഡ് ഓൺ ദെയർ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഓക്കെ, ആൻഡ് കോമൺ ആൻസിസ്റ്റേഴ്സ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കോമൺ ആൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഏതാണ്? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ 3, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോ ഓർഗാനിസംസിനെ അവരുടെ എവല്യൂഷണറി റിലേഷൻഷിപ്സും കോമൺ ആൻസിസ്റ്ററേയും ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അതിനെ ഫൈലോജനറ്റിക് ട്രീ ആയിട്ടോ ക്ലാഡോഗ്രാംസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ആ ഒരു റിലേഷൻഷിപ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ട്രീസ് ആയിട്ടോ ക്ലാഡോഗ്രാംസ് ആയിട്ടോ ആയിരിക്കും. ട്രീസും ക്ലാഡോഗ്രാംസും ഒക്കെ അറിയില്ലേ? അതായത് നമ്മൾ ബ്രാഞ്ചിങ് ആയിട്ട് നമ്മൾ പിക്ചോറിയലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈലോജനറ്റിക് ട്രീസ് ക്ലാഡോഗ്രാംസ് എന്നൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ എന്താണോ നമ്മളൊരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഡൈവേഴ്സ് ആയിട്ട് വരുന്നത്, അതിനെ നമ്മൾ ഒരു ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ എന്താ റിലേഷൻഷിപ്സ് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ വരുന്നത് 3 ആണ്. കോമൺ ആൻസിസ്ട്രി വെച്ചിട്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്ന മെത്തേഡിനെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേമിനെ എന്ന് പറയുന്നത് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, താങ്ക് യു.